വിശദമായി വാർത്തകളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. യുഎസ് തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിലെത്തിക്കഴിഞ്ഞു. ഇറാന്റെ പ്രതിരോധ ആണവ സംവിധാനങ്ങളും പൂർണ്ണമായും തകർത്തെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ, അതുവഴി ചരക്ക് ഗതാഗതം നടത്തുന്ന രാജ്യങ്ങൾ നോക്കണമെന്നും യുഎസ് ഉത്തരവാദിത്വം ഏൽക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിനിടെ യുഎസിന് സൈനിക താവളങ്ങൾ വിട്ടു നൽകിയ ബ്രിട്ടന് ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തി. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. ശത്രുക്കൾക്ക് നല്ല വർഷമല്ല വരാനിരിക്കുന്നതെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയും വ്യക്തമാക്കി. ഗൾഫ് മേഖലയിൽ ഇറാന്റെ ആക്രമണം ശക്തമായി തുടരുകയാണ്. അജി സുധാ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജി, അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങുന്നുവെന്ന് പറയുമ്പോൾ തന്റെ ലക്ഷ്യത്തിലേക്ക് അമേരിക്ക എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അമേരിക്കയുടെ പദ്ധതികൾ അത് എന്താണെന്നുള്ളത് നമുക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. പല സമയത്ത് പലതരം പരാമർശങ്ങളാണ് അമേരിക്കയുടെ പല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്നലെ സൈനിക വിഭാഗത്തിൻ്റെ ഇപ്പോൾ മേധാവിയായിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കമൻ്റ് എന്ന് പറയുന്നത് യുദ്ധം ഇനിയും കൂടുതൽ നാൾ മുന്നോട്ട് പോകും, യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കമൻ്റായിരുന്നു. എന്നാൽ ഇന്ന് ട്രംപ് ട്രൂ സോഷ്യൽ വഴി പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് യുദ്ധം ഉടൻ അവസാനിപ്പിക്കും എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് അമേരിക്ക ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കാനുള്ള ആലോചനയിലാണ് എന്നതാണ് ട്രംപ് നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന് ചില വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കൂടി അദ്ദേഹം അക്കമിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് യുഎസ് തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. ഇറാന്റെ മിസൈൽ കപ്പാസിറ്റി അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ പ്രതിരോധ വ്യവസായ മേഖലയെ പൂർണ്ണമായിട്ടും തങ്ങൾ നശിപ്പിച്ചു. അതുപോലെ ഇറാന്റെ നേവി, എയർഫോഴ്സ്, അതുപോലെ തന്നെ ആൻറ്റി എയർക്രാഫ്റ്റ് വെപ്പണറി സംവിധാനങ്ങൾ ഇവയെല്ലാം ഇല്ലാതാക്കി. പിന്നെ ആണവ സംവിധാനങ്ങൾ അത് പൂർണ്ണമായിട്ടും തകർക്കാൻ സാധിച്ചു. ഇനി യു എസിൻ്റെ ഒരു മേൽനോട്ടം, അല്ലെങ്കിൽ യു എസ് അറിയാതെ ഇറാന് തങ്ങളുടെ ആണവ സംവിധാനങ്ങൾ അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു കാര്യങ്ങളും അത് യു എസ് പൂർണ്ണമായിട്ടും അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പാർട്ട്നേഴ്സായിട്ടുള്ള ഇസ്രായേൽ, അതുപോലെ സൗദി അറേബ്യ, ഖത്തർ, UAE, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ സുരക്ഷയും തങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉറപ്പാക്കാൻ സാധിച്ചുവെന്നും ട്രംപ് പങ്കുവച്ച ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. അതേസമയം അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് മറ്റു രാജ്യങ്ങളാണ്. ഇതിന് യു എസിന് പ്രത്യേകിച്ച് ഉത്തരവാദിത്തമൊന്നുമില്ല. കാരണം യു എസ് ഇതുവഴി ചരക്ക് ഗതാഗതം നടത്തുന്നില്ല. യു എസിന് ഇതുവഴി യാതൊരു വ്യാപാര താല്പര്യങ്ങളുമില്ല. ഇത് മറ്റ് രാജ്യങ്ങളാണ് ഇതുവഴി വ്യാപാരം കൂടുതലായി നടത്തുന്നത്. അദ്ദേഹം ചൈനയും ജപ്പാനെയും ഒക്കെയാണ് ഇതിന് ഉദാഹരണങ്ങളായി എടുത്തു പറഞ്ഞത്. അപ്പോൾ അത്തരം രാജ്യങ്ങൾ ഇതിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനായി മുന്നോട്ട് വരണമെന്നും ട്രംപ് എടുത്തു സൂചിപ്പിക്കുകയുണ്ടായി. ഈ നാറ്റോ രാജ്യങ്ങളോട് ഈ ഹോർമുസിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി രംഗത്ത് വരണമെന്ന് താൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അത്തരമൊരു ആവശ്യം അവർ നിഷേധിക്കുകയായിരുന്നു. അവർ ഭീരുക്കളാണെന്നും ട്രംപ് ഒന്ന് പരിഹസിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ഇങ്ങനെ നാറ്റോയ്ക്കെതിരെയുള്ള ട്രംപിൻ്റെ ഒരു പരാമർശങ്ങളും അതും കൂടുതൽ ശക്തമാക്കുകയായിരുന്നു. അദ്ദേഹം വൈറ്റ് ഹൗസിന് മുന്നിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അതിനുശേഷം പിന്നീട് ട്രൂ സോഷ്യൽ വഴി ഇത്തരം ഒരു പോസ്റ്റ് പങ്കുവെച്ചപ്പോഴും എല്ലാം ഈ ഹോർമുസിന്റെ ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കില്ല എന്നൊരു നിലപാടാണ്. ഇതിൽ അമേരിക്കയുടെ ഒരു ഒളിച്ചോട്ടവും നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം ഹോർമുസിന്റെ സുരക്ഷ അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ കഴിയുമെന്നും ഇതുവഴി ചരക്ക് ഗതാഗതം നടത്തുന്ന കപ്പലുകൾക്ക് US അകമ്പടി നൽകുമെന്നും ട്രംപ് പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ അതുവഴി ചരക്ക് ഗതാഗതം നടത്തുന്നത് മറ്റ് രാജ്യങ്ങളാണ്. അവർ അവിടെയുള്ള സുരക്ഷ നോക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. US വേണമെങ്കിൽ സഹായങ്ങളൊക്കെ ചെയ്തു തരും, അല്ലാതെ ഇത് USന്റെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നും ട്രംപ് നിലവിൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നും ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. അവരുടെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനേയി പറയുന്നത് ശത്രുക്കൾക്ക് ഒരു നല്ല വർഷമല്ല വരാനിരിക്കുന്നതെന്നാണ്. അതുമാത്രമല്ല അദ്ദേഹം US-നെയും ഇസ്രായേലിനെയും ഒക്കെ പരിഹസിക്കുന്നുമുണ്ട്. അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒമാൻ, അതുപോലെ തന്നെ തുർക്കി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ ഇസ്രായേലാണ് ആക്രമണം നടത്തിയത്. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനല്ല, ഇസ്രായേൽ നടത്തിയ ചില ആൾമാറാട്ട ആക്രമണങ്ങളായിരുന്നു ഇവ എന്നും മുജ്തബ ഖമനേയി സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുതിർന്ന നേതൃത്വത്തിലുള്ള പലരെയും വധിച്ചാൽ ജനങ്ങളെ ഭയചകിതരാക്കാമെന്നാണ് ഇസ്രായേലും അമേരിക്കയും കരുതുന്നത്.
എന്നാൽ ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ ചില സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഇതിൽ ഇറാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്നും മുജതബ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുമാത്രമല്ല, നിലവിൽ US സൈന്യത്തിന് തങ്ങളുടെ സൈനിക ബേസുകൾ ബ്രിട്ടൻ വിട്ടു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു മുൻപേ സൈപ്രസിലുള്ള സൈനിക ബേസ് ഉൾപ്പെടെ അത് US-ന് വിട്ടു നൽകാൻ ആലോചനയിലായിരുന്നു ബ്രിട്ടൻ. എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തില്ലായിരുന്നു. ഈ സൈപ്രസിൽ US-ന്റെ ഈ വിമാനങ്ങളും അതുപോലെ തന്നെ മറ്റ് യുദ്ധസാമഗ്രികളും വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ ഇറാൻ സൈപ്രസിനെ ആക്രമിക്കുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും പിന്നീട് അതൊക്കെ തെറ്റാണെന്ന് തെളിഞ്ഞതിന് ശേഷം ഈ ഒരു മേഖലയിലേക്കുള്ള ആക്രമണം ഇറാൻ പിന്നീട് അവസാനിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ ബ്രിട്ടൻ എന്തായാലും പൂർണ്ണമായിട്ടുള്ള തീരുമാനമെടുത്തു US-ന് തങ്ങളുടെ സൈനിക ബേസുകൾ ഉപയോഗിക്കാമെന്ന്. ഇപ്പോൾ ഇതിന് പിന്നാലെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി ബ്രിട്ടൻ ഒരു ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടനിലുള്ള ഭൂരിഭാഗം ജനങ്ങളും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഈ ഒരു യുദ്ധത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ഇസ്രയേൽ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾക്ക് എതിരാണ് ബ്രിട്ടനിലെ ഭൂരിഭാഗം ജനങ്ങളും. ഇപ്പോൾ ബ്രിട്ടൻ ഇത്തരമൊരു നടപടി എടുത്തതിലൂടെ തങ്ങളുടെ തന്നെ പൗരന്മാരുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്നും ഇറാൻ സൂചിപ്പിച്ചു. ശരി, അമേരിക്ക ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.